സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഓട്ടോക്യാഡിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ക്ലാസ് കണ്ടിട്ടില്ലാത്തവരെന്തായാലും കണ്ടു നോക്കുക. പ്ലേലിസ്റ്റിൽ ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഏരിയാസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ കവർ ചെയ്ത് പോവാം. എന്തായാലും നിങ്ങൾ ക്ലാസ് കേൾക്കുക. അതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് മിസ്സാക്കരുത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫുൾ ഫോം ഓഫ് CAD ആണ്. ഫുൾ ഫോം ഓഫ് CAD അല്ലേ, CADD CAD അല്ലേ. അപ്പം ഏതാണ് വരിക? ഓപ്ഷൻസ് വായിക്കാം. ഞാനിപ്പോൾ ഓരോ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ ആൻസർ പറയുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങളിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതേ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ എന്തായാലും ആ ഏരിയ ഒന്ന് റിവൈസ് ചെയ്യുക. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു ഏരിയ സെറ്റായെന്നാണല്ലേ മൈൻഡിൽ. ഓക്കെ, അങ്ങനെ റിവിഷൻ ആയിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഈ സെക്ഷൻ അല്ലാണ്ട് കൂടാണ്ട് നമ്മൾ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കിട്ടും അല്ലേ. അപ്പം അങ്ങനെ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഫുൾ ഫോം ഓഫ് CADD CAD അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് ആണ്. ഓപ്ഷൻ ബി എന്താണ്? കൺട്രോൾ ഓൾ ഡ്രോയിങ് ആണ്. ഓപ്ഷൻ സി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ്. ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡയമെൻഷനിങ് ആണ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? നമ്മൾ ഓട്ടോക്യാഡിൻ്റെ പഠിച്ച സമയത്ത് CAD CADും അതുപോലെ തന്നെ CADD CADും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് CAD CAD എന്ന് പറഞ്ഞാൽ? CAD CAD എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് അല്ലേ. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണെങ്കിലാണ് CAD CAD വരിക. അല്ലെങ്കിൽ CAD CADൻ്റെത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് വരുന്നത്. പിന്നെ CADD ആണെങ്കിലോ? CADD ആണെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഒരു ഡ്രാഫ്റ്റിങ്ങും കൂടെ വരും അല്ലേ. ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിങ്ങും കൂടെ വരും. അപ്പോൾ നമുക്കിവിടെ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ് നമുക്ക് ആൻസർ വരാം. നോക്കി വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് കമാൻഡ് എൻലാർജസ് ഓർ റെഡ്യൂസ് ദ വ്യൂ ഓഫ് ദ കംപ്ലീറ്റ് ഡ്രോയിങ് അല്ലേ. ഏത് കമാൻഡാണ് എൻലാർജ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യാന്നാണ്. അപ്പം ഓപ്ഷൻ എ സൂം, ഓപ്ഷൻ ബി പാൻ, ഓപ്ഷൻ സി മൂവ്, ഓപ്ഷൻ ഡി അറേ അല്ലേ. ഏതാണ്? സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ലേ. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. സൂം ആണ് ആൻസർ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് വരുന്നത്? ടു ഡ്രോ ലൈൻസ് യൂസിങ് റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡ് അല്ലേ. നമ്മൾ ഡാറ്റ എൻട്രി മെത്തേഡിൽ ഓരോ മെത്തേഡിലും നമ്മൾക്ക് ഡാറ്റാസ് എൻട്രി ചെയ്യാന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡിൽ റിസീവ് കോർഡിനേറ്റ് വാല്യൂസ് വിത്ത് ഡാഷ് സൈൻ അല്ലേ. ഏത് സൈന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂസ് കാണിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആൻഡ്, ഓപ്ഷൻ ബി പെർസെൻറ്റേജ്, ഓപ്ഷൻ സി അറ്റ്, ഓപ്ഷൻ ഡി ആഷ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? നമ്മൾ ഏതൊക്കെ മെത്തേഡായിരുന്നു ഡാറ്റ എൻട്രി മെത്തേഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അത് ജസ്റ്റ് മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് 3 മെത്തേഡ്സ് ആയിരുന്നു അല്ലേ. 3 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് അബ്സല്യൂട്ട് കോർഡിനേറ്റ്, സെക്കൻഡ് ഏതായിരുന്നു? റിലേറ്റീവ് കോർഡിനേറ്റ്, തേർഡ് ഏതായിരുന്നു? തേർഡ് വരുന്നത് പോളാർ കോർഡിനേറ്റ് അല്ലേ. പോളാർ കോർഡിനേറ്റ് ആണ് നമ്മൾ തേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 3ഉം ഓർത്ത് വെക്കുക. അതിൽ നമ്മൾ എന്തായിരുന്നു? അബ്സല്യൂട്ട് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? റിലേറ്റഡ് ടു ഒറിജിൻ ആണ് അല്ലേ. XY ആണ് അബ്സല്യൂട്ട് കോർഡിനേറ്റിൽ വരിക. റിലേറ്റീവ് കോർഡിനേറ്റ് ആണെങ്കിലോ? റിലേറ്റീവ് കോർഡിനേറ്റിൽ നമ്മൾ റിലേറ്റഡ് ടു ഫസ്റ്റ് പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അറ്റ് XY എന്നാണ് വരുന്നത്. റിലേറ്റഡ് ടു ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ തേർഡ് പഠിച്ചിട്ടുള്ളത് ഏതായിരുന്നു? തേർഡ് പഠിച്ചിട്ടുള്ളതാണല്ലേ പോളാർ കോർഡിനേറ്റ്. പോളാർ കോർഡിനേറ്റ് പറയുന്ന സമയത്ത് അറ്റ് ആ ഒരു വാല്യൂ പ്ലസ് ആംഗിളും കൂടെ പറഞ്ഞിട്ടാണല്ലേ പറയാം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അറ്റ് ഡി ആംഗിൾ എ എന്ന് പറഞ്ഞിട്ടാണല്ലേ പറയാം. അത് നോക്കി വെക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പറയുമ്പം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന്
എടുത്തൊന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തന്നെ വെക്കുക മൈൻഡിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ടു ഡ്രോ ദ ലൈൻ യൂസിങ് റിലേറ്റീവ് കോർഡിനേറ്റ് അല്ലേ. റിലേറ്റീവ് കോർഡിനേറ്റ് ആണെങ്കിൽ നമ്മൾ അറ്റ് വെച്ചിട്ടാണല്ലേ പറയുന്നത്. അറ്റ് റിലേറ്റഡ് ടു അടുത്ത നമ്മൾ ഫസ്റ്റ് പോയിന്റിലെ ഫസ്റ്റ് എടുത്ത പോയിന്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിലേറ്റീവ് സിസ്റ്റത്തിൽ പറയുന്നത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ദ മെത്തേഡ് ഓഫ് ഡ്രോ എ ലൈൻ വിത്ത് റെഫറൻസ് ടു ദ ഒറിജിൻ 00 ഈസ് കോൾഡ് അല്ലേ. വിത്ത് റെഫറൻസ് ടു ഒറിജിൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലാണ്ട് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. വിത്ത് റെഫറൻസ് ടു ഒറിജിൻ ആണെങ്കിൽ ഏതാണ് വരിക എന്നുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, ഓപ്ഷൻ ബി അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം, ഓപ്ഷൻ സി റിലേറ്റീവ് റെക്ടാങ്കുലാർ കോർഡിനേറ്റ് സിസ്റ്റം, ഓപ്ഷൻ ഡി റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം അല്ലേ. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ഒന്നും ആവരുത്, കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. ഏതാണ് വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ പോളാർ കോർഡിനേറ്റ് എന്തായിരുന്നു? പോളാർ കോർഡിനേറ്റിൻ്റെ നമ്മൾ കുറച്ചൊന്നും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. പോളാർ കോർഡിനേറ്റ് എന്തിനായിരുന്നു പറയുന്നത്? സർട്ടൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ ഒക്കെ എൻ്റർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. റിലേറ്റീവ് കോർഡിനേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. വിത്ത് റിലേറ്റഡ് ടു ഫസ്റ്റ് പോയിന്റ് ആണ്. അപ്പം അതാണ് റിലേറ്റീവ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പം 3 ഉണ്ട്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ് വരുന്നത്? ഡാഷ് കമാൻഡ് യൂസ്ഡ് ടു കട്ട് ഓഫ് അൺവാണ്ടഡ് ലെങ്ത് അല്ലേ. അൺവാണ്ടഡ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കട്ട്, ഓപ്ഷൻ ബി ഇറേസ്, ഓപ്ഷൻ സി ട്രിം, ഓപ്ഷൻ ഡി മൂവ് അല്ലേ. അപ്പം ഇത് ഏത് കമാൻഡിൽ വരുന്നതാണ്? മോഡിഫൈങ് ടൂൾ ബാർ ആണ് അല്ലേ, അല്ലെങ്കിൽ മോഡിഫൈങ് കമാൻഡാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അൺവാണ്ടഡ് ലെങ്ത്തിനെ കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ട്രിം ആണ് ആൻസർ വരുന്നത്. ട്രിം ആണ് നമ്മുടെ അൺവാണ്ടഡ് ലെങ്ത്തിനെ കട്ട് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ട്രിമ്മിൻ്റെ ഷോർട്ട് കീ എന്താണ് വരുന്നത്? ട്രിമ്മിൻ്റെത് TR ആണ് അല്ലേ. TR ആണ് വരുന്നത്. അതും കൂടെ നോക്കി വെക്കുക. ഇവിടെ ഇറേസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇറേസിൻ്റെ എന്താണ് കമാൻഡ് വരുന്നത്? ഇറേസിൻ്റെത് E ആണ് വരുന്നത്. പിന്നെ മൂവ് അല്ലേ. മൂവിൻ്റെ എന്താണ് വരുന്നത്? മൂവ് ആണെങ്കിൽ M ആണ് വരിക. നോക്കി വെക്കുക. ഓരോന്നും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എല്ലാത്തിൻ്റെതും ചോദിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 6 ഏതാണ് വരുന്നത്? ദ കീ F8 ടൂഗിൾ ഓൺ ഓർ ഓഫ് അല്ലേ. F8 ടൂഗിൾ ഓൺ ഓർ ഓഫ് എന്ന് പറയുന്നതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ കുറേ ഫങ്ഷണൽ കീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. F1 മുതൽ എത്ര വരെയായിരുന്നു നമ്മളെ ഫങ്ഷണൽ കീസ് ഉള്ളത്? അങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു കാര്യങ്ങൾ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക അല്ലേ. അപ്പം എത്ര ഫങ്ഷണൽ കീസ് ആയിരുന്നു ഉള്ളത്? ഫങ്ഷണൽ കീസ് 12 ഫങ്ഷണൽ കീസ് ആണല്ലേ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 12 ഫങ്ഷണൽ കീസ് ആണുള്ളത്. അപ്പം നമുക്കിവിടെ F8ൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഓർത്തോ, ഓപ്ഷൻ ബി ഗ്രിഡ്, ഓപ്ഷൻ സി പോളാർ ട്രാക്കിംഗ്, ഓപ്ഷൻ ഡി സ്നാപ്പ് അല്ലേ. F8 ഏതാണ് വരിക? F8 സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലേ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. F8 വരുന്നത് ഓർത്തോ ആണ് അല്ലേ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പിന്നെ ബാക്കി ഓപ്ഷൻസും കൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം അല്ലേ. ഏതാണ് കമാൻഡ് എന്നുള്ളത്, ഏതാണ് ഫങ്ഷണൽ കീ എന്നുള്ളത്. അപ്പം സെക്കൻഡ് നമ്മുടെ ഓപ്ഷൻ ബി ചോദിച്ചിട്ടുള്ള ഏതാണ്? ഗ്രിഡ് ആണ് അല്ലേ. ഗ്രിഡിന് ഏതാണ് വരുന്നത്? ഗ്രിഡിന് വരിക F7 ആണ് അല്ലേ. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ F7 ആണ് നമ്മൾ ഫങ്ഷണൽ കീ കൊടുക്കുക. പിന്നെ ഓപ്ഷൻ സി പോളാർ ട്രാക്കിംഗ് അല്ലേ. പോളാർ ട്രാക്കിങ്ങിന് ഏതാണ്? പോളാർ ട്രാക്കിങ് വരുന്ന സമയത്ത് F10 ആണ് വരിക. പിന്നെ സ്നാപ്പ് അല്ലേ. സ്നാപ്പ് ഏതാണ് വരിക? സ്നാപ്പിൻ്റെത് നമുക്ക് ഒബ്ജക്റ്റ് സ്നാപ്പ് അല്ലേ. ഒബ്ജക്റ്റ് സ്നാപ്പ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഒബ്ജക്റ്റ് സ്നാപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓ സ്നാപ്പ് ആണെങ്കിൽ F3 ആണല്ലേ വരിക. അപ്പോൾ നമ്മളടുത്ത് വെറും സ്നാപ്പാണ് ചോദിച്ചിട്ടുള്ളതെങ്കിലോ വെറും സ്നാപ്പ് എന്ന് മാത്രമാണല്ലേ ചോദിച്ചിട്ടുള്ളത്. സ്നാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ F9 ആണ് ആൻസർ വരിക.
നോക്കി വെക്കുക, അത് മാറിപ്പോരുത്. F9 സ്നാപ്പാണ്, F3 ഒബ്ജക്റ്റ് സ്നാപ്പാണ്, F4 3D ഒബ്ജക്റ്റ് സ്നാപ്പാണ്. കഴിഞ്ഞ എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ടാവും. F4 ആണ് നമ്മുടെ 3D ഒബ്ജക്റ്റ് സ്നാപ്പായിരുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പം 3D എന്നുള്ളതും ഒബ്ജക്റ്റ് സ്നാപ്പ് ഉള്ളതും സ്നാപ്പ് എന്നുള്ളതും കറക്റ്റ് തന്നെ പഠിച്ചു വെക്കുക. F3 F4 F9 അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് 6 ക്വസ്റ്റ്യൻ്റെ ആൻസറായി നമ്മൾ നോക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണ് വരുന്നത്? എ ക്ലോസ്ഡ് ഫിഗർ ആസ് എ സിംഗിൾ എൻറ്റിറ്റി ഓഫ് എനി ഷേപ്പ് ക്യാൻ ബി ഡ്രോൺ ബൈ ദ കമാൻഡ് അല്ലേ. ഏത് യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ലൈന്, ഓപ്ഷൻ ബി കൺസ്ട്രക്ഷൻ ലൈന്, ഓപ്ഷൻ സി പോളി ലൈന്, ഓപ്ഷൻ ഡി പോളിഗൺ അല്ലേ. ഏതാണ് വരയ്ക്കാൻ പറ്റിയ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? 7th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. പോളി ലൈനാണ് നമുക്കൊരു ഫിഗറിനെ സിംഗിൾ എൻറ്റിറ്റി ആക്കിയിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം പോളി ലൈൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. പോളി ലൈനിൻ്റെ ഷോർട്ട് കമാൻഡ് വരുന്നത് PL ആണ് അല്ലേ. അതും കൂടെ ഓർത്ത് വെക്കുക. ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻ ആണെങ്കിൽ XL ആണ് വരിക. പിന്നെ നമുക്ക് പോളിഗൺ അല്ലേ, പോളിഗണ്ടതും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർത്ത് വെക്കണം എന്ന്. പോളിഗണ്ടതാണെങ്കിൽ POL ആണ് വരിക. പിന്നെ ലൈൻ അല്ലേ, ലൈനിൻ്റെ ഏതാണ്? ഒരു ഡ്രോയിങ് ടൂൾ ബാർ ആണ് അല്ലേ. ലൈനിൻ്റെത് L ആണ് വരുന്നത്. നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി കമാൻഡ്സിൻ്റെ ഒക്കെ നിങ്ങൾ മൈൻഡിലേക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടോ നോക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 8. How many points do you need to define in rectangle command അല്ലേ. എത്ര പോയിന്റ്സ് ആണ് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടത്? ഈ ഒരു റെക്റ്റാങ്കിൾ കമാൻഡിനെ നമ്മൾ കൺട്രോൾ പോയിന്റ്സിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്ലാസ്സിൽ. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം റെക്റ്റാങ്കിളിൻ്റെ കൺട്രോൾ പോയിന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4 നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ ചെയ്യേണ്ടിയിട്ട് അല്ലേ. റെക്റ്റാങ്കിളിനെ ഡിഫൈൻ ചെയ്യേണ്ടിയിട്ട് എത്ര പോയിന്റ് ആണ് വേണ്ടതെന്നാണ്. അത് നമ്മൾ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റെക്റ്റാങ്കിളിനെ സ്പെസിഫൈ ചെയ്യാൻ എത്ര പോയിന്റ് ആണ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൺട്രോൾ പോയിന്റ്സ് ആയിട്ട് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ ഓപ്ഷൻസ് ഓപ്ഷൻ എ 4 ആണ്, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി എനി നമ്പർ ഓഫ് പോയിന്റ്സ് അല്ലേ. എത്രയാണ് നമ്മൾ ഒരു റെക്റ്റാങ്കിളിനെ ഡിഫൈൻ ചെയ്യേണ്ടിയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രയാണ്? സ്പെസിഫൈ ചെയ്യേണ്ടിയിട്ട് നമ്മൾ 2 പോയിന്റ്സ് ആണ് എടുക്കുക. പിന്നെ അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ കൺട്രോൾ പോയിന്റ്സ് അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ കൺട്രോൾ പോയിന്റ്സ് എത്രയാണ്? കൺട്രോൾ പോയിന്റ് വരുന്നത് 8 നമ്പേഴ്സ് ആണ്. അത് മാറിപ്പോരുത്. സ്പെസിഫൈ ചെയ്യാൻ 2ഉം പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ പോയിന്റ്സ് 8ഉം ആണ് വരുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഹൗ മെനി പോയിന്റ്സ് ഡു യു നീഡ് ടു ഡിഫൈൻ ഇൻ റെക്റ്റാങ്കിൾ കമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരിക ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 നമ്പേഴ്സ് ആണ് വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താണ് വരുന്നത്? ലെയർ ഡാഷ് കനോട്ട് ബി ഡിലീറ്റഡ് ആൻഡ് റീനെയിംഡ് അല്ലേ. ഏത് ലെയറാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ റീനെയിം ചെയ്യാനും പറ്റാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 3 അല്ലേ. ഏത് കമാൻഡാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ റീനെയിം ചെയ്യാനും പറ്റാത്തത്? ക്വസ്റ്റ്യൻ നമ്പർ 9ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. 0th ലെയർ ആണ് അല്ലേ. 0th ലെയർ നമുക്ക് നമ്മളിപ്പം ലെയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ആ ഒരു കോളത്തിനകത്ത് ഫസ്റ്റ് തന്നെ 0th ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ലെയർ ഉണ്ടാവും. ആ ലെയറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല, റീനെയിം ചെയ്യാനും പറ്റില്ല. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 0th ലെയർ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 9ൻ്റെ ആൻസറും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ദ കമാൻഡ് യൂസ്ഡ് ഫോർ പിക്ക് ദ entities like the
എൻഡ് ആണ് കേട്ടോ. എൻഡ് പോയിന്റ്സ്, മിഡ് പോയിന്റ്സ് എക്സെട്ര വെരി പ്രിസൈസ്ലി യൂസ് അല്ലേ. ഏത് കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് നമുക്ക് ആ ഒരു എൻഡ് പോയിന്റും മിഡ് പോയിന്റും ഒക്കെ കാണിച്ചു തരേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫങ്ഷണൽ കീ പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ഞാൻ വായിക്കാം. ഓപ്ഷൻ എ ഓർത്തോ, ഓപ്ഷൻ ബി ഗ്രിഡ്, ഓപ്ഷൻ സി സ്നാപ്പ്, ഓപ്ഷൻ ഡി സൂം അല്ലേ. ഏതാണ് ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 10-ൻ്റെത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഓസ്നാപ്പ് ആണ് ആൻസർ വരുന്നത്. ഓസ്നാപ്പിന്റെ ഫങ്ഷണൽ കീ ഏതായിരുന്നു പറയുന്നത്? ഓസ്നാപ്പിൻ്റെത് F3 ആണ് അല്ലേ. ഓസ്നാപ്പ് ആണ് നമുക്ക് എൻഡ് പോയിന്റ്സും മിഡ് പോയിന്റ്സും ഒക്കെ കാണിച്ചു തരേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ് വരുന്നത്? ഡാഷ് കമാൻഡ് ക്രിയേറ്റ്സ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഇൻ റെക്ടാങ്കുലർ ഓർ പോളാർ ഫോം അല്ലേ. ഏതാണ് റെക്ടാങ്കുലർ ഓർ പോളാർ ഫോമിൽ നമ്മൾ ആ ഒരു സെലക്റ്റഡ് ഒബ്ജക്റ്റിനെ കോപ്പീസ് ആയിട്ട് എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ മൂവ്, ഓപ്ഷൻ ബി കോപ്പി, ഓപ്ഷൻ സി അറേ, ഓപ്ഷൻ ഡി റൊട്ടേറ്റ് അല്ലേ. 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? അറിയണ്ടാവില്ലേ. നമ്മുടെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പിക്ചറൊക്കെ കാണിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. റെക്ടാങ്കുലർ അതുപോലെ തന്നെ പോളാർ അല്ലേ. പോളാർ അറേ ഒക്കെ വരുന്നത് ഏതാണ്? റെക്ടാങ്കുലർ. നമ്മൾ പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ അല്ലെങ്കിൽ സർക്കുലർ അറേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇത് രണ്ടും കൂടാണ്ട് വേറൊരു അറേയും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പാത്ത് അറേ അല്ലേ. പാത്ത് അറേയും കൂടെ നോക്കി വെക്കാം. അപ്പോൾ നമുക്കിവിടെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. ദ കമാൻഡ് ക്രിയേറ്റഡ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഇൻ റെക്ടാങ്കുലർ ഓർ പോളാർ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. അറേ ആണ് ആൻസർ വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ എല്ലാം ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. മേ ബി ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റണം അല്ലേ. ചിലപ്പോൾ ഒരു 3-4 ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എപ്പോഴും പഠിച്ചിരിക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. 12 എന്താണ് വരുന്നത്? ഇൻ ഓട്ടോകാഡ് ദർ ഈസ് ഡാഷ് ഓപ്ഷൻ ടു ഡ്രോ ആൻ ആർക്ക് അല്ലേ. നമ്മളൊരു ആർക്ക് വരയ്ക്കേണ്ടിയിട്ട് എത്ര ഓപ്ഷൻ ആണുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 13 അല്ലേ. അതൊന്നും നമ്മൾ ആർക്കിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര ഓപ്ഷൻസ് ആണ് ഉള്ളതെന്നും ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയാണെന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ആ ഒരു എത്ര നമ്പേഴ്സ് എന്നുള്ളത് നോക്കി വെക്കണം എന്നൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് 12th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. 11 ഓപ്ഷൻസ് ആണ് നമുക്ക് ആർക്ക് വരയ്ക്കാനുള്ളത്. മറിച്ച് ഇപ്പോൾ സർക്കിൾ വരയ്ക്കാനാണെങ്കിൽ ആർക്ക് വരയ്ക്കാൻ 11 മെത്തേഡാണ്. സർക്കിൾ ആണെങ്കിൽ നമ്മൾ 6 മെത്തേഡാണ് അല്ലേ. 6 മെത്തേഡാണ്. അതിൻ്റെ ആ ഒരു മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കി വെക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ആർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കിൽ വേറെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആർക്ക് വരയ്ക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ പോയിന്റ്സ് അല്ലേ. കൺട്രോൾ പോയിന്റ്സ് എത്ര ഉണ്ടായിരുന്നു നമ്മൾ ആർക്ക് വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്? എത്രയാണ് ഉള്ളത്? നിങ്ങളെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ നോക്കുക. നമ്മൾ വേണമെങ്കിൽ നിങ്ങളൊരു കോളം വരച്ചിട്ട് കൺട്രോൾ പോയിന്റ്സ് എന്ന് എഴുതിയിട്ട് ഇപ്പം ആർക്ക്, റെക്റ്റാങ്കിൾ, അതുപോലെ തന്നെ സർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ കൺട്രോൾ പോയിന്റ്സും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഷോർട്ട് നോട്ടിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആർക്കിൻ്റെ കൺട്രോൾ പോയിന്റ്സ് അല്ലേ. ആർക്കിൻ്റെ കൺട്രോൾ പോയിന്റ്സ് വരുന്നത് എത്ര നമ്പേഴ്സ് ആണ് ആർക്കിൻ്റെത് വരുന്നത്? 4 നമ്പേഴ്സ് ആണ് അല്ലേ. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താണ് വരുന്നത്? എ പാറ്റേൺ ഓഫ് ഡോട്ട്സ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ സ്ക്രീൻ ബട്ട് ദാറ്റ് ഡസ് നോട്ട് പ്രിന്റ് അല്ലേ. ഡസ് നോട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡോട്ട് അല്ലേ. നമ്മളിപ്പം ആ ഒരു പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഡോട്ടിനെ നമ്മൾ പറയുന്ന ഒരു പേര് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗ്രിഡ്, ഓപ്ഷൻ ബി സ്നാപ്പ്, ഓപ്ഷൻ സി ലിമിറ്റ്സ്, ഓപ്ഷൻ ഡി ഓർത്തോ അല്ലേ. ആ ഒരു ആൻസർ പറഞ്ഞു. ആ ഒരു ഡോട്ട്സിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 13 ഓപ്ഷൻ എ ആണ് അല്ലേ. ഗ്രിഡ് എന്നാണ് നമ്മൾ പറയുക. നോക്കി വെക്കുക. ഓർമ്മ വരുന്നില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ക്ലാസ് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു.
പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം അല്ലേ. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ കമാൻഡ് യൂസ്ഡ് ടു റീസ്റ്റോർ ഓൾ എൻറ്റിറ്റീസ് എറേസ്ഡ് ബൈ ദ മോസ്റ്റ് റീസെൻറ്റ് ഇറേസ് കമാൻഡ് അല്ലേ. അപ്പം ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഓർത്തോ, ഓപ്ഷൻ ബി സ്നാപ്പ്, ഓപ്ഷൻ സി ഓ സ്നാപ്പ്, ഓപ്ഷൻ ഡി റിക്കവർ അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഊപ്സ് ആണ് ആൻസർ വരിക. ദ കമാൻഡ് യൂസ്ഡ് ടു റീസ്റ്റോർ ഓൾ ദ എൻറ്റിറ്റീസ് എറേസ്ഡ് ബൈ ദ മോസ്റ്റ് റീസെൻറ്റ് ഇറേസ്ഡ് കമാൻഡ് അല്ലേ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഊപ്സ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താണ്? വിച്ച് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു സെറ്റ് ഓർ ചേഞ്ച് ദ ലോവർ ലെഫ്റ്റ് കോർണർ ആൻഡ് ദ അപ്പർ റൈറ്റ് കോർണർ ഓഫ് ദ റെക്ടാങ്കുലർ ഡ്രോയിങ് ഏരിയ ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ അല്ലേ. ലോവർ റൈറ്റ് കോർണർ അല്ലെങ്കിൽ ലോവർ ലെഫ്റ്റ് കോർണറിനെ അല്ലെങ്കിൽ അപ്പർ റൈറ്റ് കോർണറിനൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ യൂണിറ്റ്സ്, ഓപ്ഷൻ ബി ലിമിറ്റ്സ്, ഓപ്ഷൻ സി ഏരിയ, ഓപ്ഷൻ ഡി സൂം അല്ലേ. ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ലിമിറ്റ്സ് ആണ് നമ്മൾ ലോവർ ലെഫ്റ്റ് കോർണർ അപ്പർ റൈറ്റ് കോർണർ ഒക്കെ സെറ്റ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നോക്കി വെക്കുക. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പറയാത്തത്. ഓക്കെ. ലിമിറ്റ്സ് അല്ലേ. ലിമിറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണ്? ലിമിറ്റിൻ്റെ ഷോർട്ട് അല്ലേ. നമ്മളൊരു ഷോർട്ടായിട്ട് ലിമിറ്റിൻ്റെത് നമുക്ക് സ്ക്രീനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക? നമ്മളിപ്പം കുറച്ചുന്നെ പറഞ്ഞു അല്ലേ. കുറച്ച് നമ്മൾ എന്തായിരുന്നു പോളി ലൈൻ്റെത് PL എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ നമുക്ക് ലിമിറ്റ് കിട്ടണമെന്നെങ്കിൽ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കുക. LIM ആണ് അല്ലേ. ലിമിറ്റിൻ്റെത് LIM എൻ്ററാണ് വരിക. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 16 ഡാഷ് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഓഫ് ബ്ലോക്ക് എഡിറ്റ് അല്ലേ. ബ്ലോക്ക് എഡിറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബി, ഓപ്ഷൻ ബി BE, ഓപ്ഷൻ സി F7, ഓപ്ഷൻ ഡി BO അല്ലേ. ഏതാണ് ബ്ലോക്ക് എഡിറ്റിൻ്റെത്? ബ്ലോക്ക് എഡിറ്റ് വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 16 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി BE ആണ് അല്ലേ ആൻസർ വരുന്നത്. ബ്ലോക്ക് എഡിറ്റ് എന്ന് പറയുമ്പോൾ BEയും, മറിച്ച് ബ്ലോക്ക് ആണെങ്കിൽ വരുന്നത് ഏതാണ്? ബ്ലോക്ക് ആണെങ്കിലാണ് അല്ലേ ബി വരുന്നത്. ബ്ലോക്ക് ആണെങ്കിൽ ബിയും, ബ്ലോക്ക് എഡിറ്റ് ആണെങ്കിൽ BEയും ആണ് വരിക. നോക്കി വെക്കുക. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 16 ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. 17 എന്താണ്? എക്സൽ ഈസ് ദ ഷോർട്ട് കട്ട് കീ ഓഫ് അല്ലേ. എക്സൽ എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ എറേസ്, ഓപ്ഷൻ ബി ഹാച്ച്, ഓപ്ഷൻ സി കൺസ്ട്രക്ഷൻ ലൈൻ, ഓപ്ഷൻ ഡി സ്കെയിൽ അല്ലേ. എക്സലിൽ വരുന്നത് ഏതിൻ്റെ ഷോർട്ട് കീ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അല്ലേ. കൺസ്ട്രക്ഷൻ ലൈനിൻ്റെ ഷോർട്ട് കീ ആണ് എക്സലിൽ വരുന്നത്. നോക്കി വെക്കുക. ഓരോന്നിൻ്റെതും എറേസിൻ്റെത് നമ്മൾ ഓൾറെഡി ഷോർട്ട് കീ കുറച്ചൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എറേസിൻ്റെ ഏതായിരുന്നു ഷോർട്ട് കീ വരിക? എറേസിൻ്റെ ആണെങ്കിൽ E ആണ് വരിക. പിന്നെ ഹാച്ച് അല്ലേ. ഹാച്ച് ആണെങ്കിൽ ഏതാണ് ഷോർട്ട് കീ വരിക? നമ്മളിപ്പം ഓരോന്ന് എടുത്ത് പറയുന്നതും നിങ്ങൾക്ക് ഒന്നുകൂടെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ആയിട്ട് മൈൻഡിൽ സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ 1, 2, 3 പ്രാവശ്യം ഒരേ കാര്യം തന്നെ എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാച്ച് വരികയാണെങ്കിൽ ഹാച്ചിൻ്റെ ഷോർട്ട് കീ ഏതാണ് വരിക? ഹാച്ചിൻ്റെത് H ആണല്ലേ വരിക. പിന്നെ നമ്മൾ സ്കെയിലിൻ്റെതാണ് അല്ലേ. സ്കെയിലിൻ്റെത് ഏതാണ് ഷോർട്ട് കീ വരുന്നത്? സ്കെയിലിൻ്റെത് SC ആണല്ലേ വരിക. സ്കെയിലിൻ്റെത് SC ആണ് വരിക. നോക്കി വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. 18 എന്താണ്? വിച്ച് വൺ ഈസ് നോട്ട് എ CAD പാക്കേജ് അല്ലേ. താഴെ തന്നിരിക്കുന്നതിൽ CAD പാക്കേജ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ PowerPoint, ഓപ്ഷൻ ബി STAAD, ഓപ്ഷൻ സി റിവീൽ, ഓപ്ഷൻ ഡി ഐഡിയാസ് അല്ലേ. ഏതാണ്? നമ്മൾ CAD പാക്കേജ് കുറേ CAD പാക്കേജിൻ്റെത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. CAD പാക്കേജ് ഏതൊക്കെയായിരുന്നു? നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ ആയി, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം CAD പാക്കേജിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് AutoCAD അല്ലേ. AutoCAD ഒരു CAD പാക്കേജ് ആണ്. പിന്നെ അതുപോലെ സെക്കൻഡ് വൺ ഏതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
പ്രോ എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോ എഞ്ചിനീയർ ഒരു CAD പാക്കേജ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, സ്റ്റാഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, 3ds Max, പിന്നെ അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ഡെസ്ക്ടോപ്പ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു CAD പാക്കേജ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി അതുപോലെ തന്നെ സി ഡി ഇതൊക്കെ ഒരു CAD പാക്കേജിൽ വരുന്നതാണ് അല്ലേ. മറിച്ച് ഓപ്ഷൻ എ വരുന്നത് ഒരു CAD പാക്കേജ് അല്ല. നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്, ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പവർ പോയിന്റ് ആണ് ആൻസർ വരുന്നത്. ഇവിടെ നമുക്ക് നോട്ട് എ CAD പാക്കേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 18 ആൻസർ വരുന്നത് ഏതാണ്, ക്വസ്റ്റ്യൻ നമ്പർ 18 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പവർ പോയിന്റ്. നോക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 19 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 19 എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഡാഷ് കമാൻഡ് ക്രിയേറ്റ്സ് പാരലൽ ലൈൻ, പാരലൽ കർവ്സ്, കോൺസെൻട്രിക് സർക്കിൾ എക്സെട്ര ഇൻ എ സ്പെസിഫൈഡ് ഡിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് AutoCAD ഡ്രോയിങ് അല്ലേ. ആ ഒരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസിൽ നമ്മൾ ഡ്രോ ചെയ്യേണ്ടിയിട്ട് ഏതാണ് ഹെൽപ്പ് ചെയ്യുന്ന ആ കമാൻഡ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കോപ്പി, ഓപ്ഷൻ ബി അറേ, ഓപ്ഷൻ സി മിറർ, ഓപ്ഷൻ ഡി ഓഫ്സെറ്റ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 19 ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി ഓഫ്സെറ്റ് ആണ് അല്ലേ. ഓഫ്സെറ്റ് ആണ് അല്ലേ. നമ്മൾ ഈ ഒരു പാരലൽ ലൈൻസ് വരയ്ക്കേണ്ടിയിട്ട് പാരലൽ ലൈൻസ് അതുപോലെ തന്നെ കേർവ്സ് ഒക്കെ നമ്മളിപ്പോൾ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാരലായിട്ടൊരു കേർവ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാരലായിട്ടൊക്കെ വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യും. അതൊരു ഡിസ്റ്റൻസ് നമ്മൾ എൻ്റർ ചെയ്തിട്ട് അല്ലേ, ഒരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5 mm ആണെങ്കിൽ നമ്മളത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓഫ്സെറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഇൻ AutoCAD കീ സ്ട്രോക്ക് കൺട്രോൾ വൈ ഇല്ലേ, കൺട്രോൾ വൈ ഫങ്ഷണൽ കീ എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അൺഡു, ഓപ്ഷൻ ബി റീഡു, ഓപ്ഷൻ സി പോളാർ ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. അപ്പം കൺട്രോൾ വൈ, കൺട്രോൾ സെറ്റ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കൺട്രോൾ വൈ എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 20 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, റീഡും ആണ് ആൻസർ വരുന്നത്. കൺട്രോൾ പ്ലസ് വൈ പറഞ്ഞു കഴിഞ്ഞാൽ റീഡും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൺട്രോൾ പ്ലസ് ഇവിടെ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കൺട്രോൾ പ്ലസ് സെഡ് ആണെങ്കിലോ, സെഡ് ആണെങ്കിൽ ഏതാണ് ആൻസർ വരിക, സെഡ് ആണെങ്കിൽ ആൻസർ വരുന്നത് അൺഡു ആണ് അല്ലേ. അപ്പം അങ്ങനെ നോക്കി വെക്കുക ഓരോന്ന്. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് എസ് ആണെങ്കിൽ സേവ് ഡ്രോയിങ് അല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ കൺട്രോൾ പ്ലസ് എ ഒക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള, അപ്പം നമ്മൾ മുന്നേ ചോദിച്ച കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അതെന്തായാലും എടുത്ത് പഠിക്കുക. പിന്നെ കൺട്രോൾ പ്ലസ് സി ചോദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു, കൺട്രോൾ പ്ലസ് സി ആണെങ്കിൽ വരുന്നത് ഏതാണ്, കോപ്പിയാണ് അല്ലേ. കൺട്രോൾ പ്ലസ് സി കോപ്പിയാണ് വരിക. അപ്പം എല്ലാം അറിഞ്ഞിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം അല്ലേ. 21 എന്താണ് വരുന്നത്, 21 the AutoCAD command which is used to break a polylines into individual segment അല്ലേ. ഇൻഡിവിജ്വൽ സെഗ്മെന്റ് ആയിട്ട് മാറ്റാൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഓപ്ഷൻ എ എക്സ്റ്റെൻഡ്, ഓപ്ഷൻ ബി എക്സ്ട്രൂഡ്, ഓപ്ഷൻ സി എക്സ്പ്ലോഡ്, ഓപ്ഷൻ ഡി ബ്രേക്ക് അല്ലേ. ഏതായിരുന്നു ആ ഒരു കമാൻഡ് വരുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 21 ആൻസർ നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ, എക്സ്പ്ലോഡ് ആണ് വരുന്നത്. ഏതാണ് ആൻസർ വരുന്നത്, എക്സ്പ്ലോഡ് അല്ലേ. നമ്മളിപ്പോൾ ഒരു പോളി ലൈന് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈന് ബ്രേക്ക് ചെയ്തിട്ട് ഇതിന് 2 ലൈനായിട്ട് മാറ്റേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ എക്സ്പ്ലോഡ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നോക്കി വെക്കുക എന്താണ് പോളി ലൈൻ, എന്താണ് എക്സ്പ്ലോഡ് എന്നുള്ളതൊക്കെ. പിന്നെ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3D യൂസ് ചെയ്യുന്നതാണല്ലോ, നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് പറയാം. സോറി, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം മാറിപ്പോയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്രേക്കാണ്, ബ്രേക്കിൻ്റെതാണ്. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറിച്ചിപ്പം പോളി ലൈൻ ആണെങ്കിൽ പോളി ലൈൻ എങ്ങനെയാണ് ഉണ്ടാവുക, പോളി ലൈൻ ഉണ്ടാവുക ഒരു സിംഗിൾ ആയിട്ടുള്ളതാണല്ലേ ഉണ്ടാവുക. അപ്പം ഈ ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു ട്രയാങ്കിളിനെ നമ്മൾ 3 രീതിയിലേക്ക് അല്ലേ, ഇപ്പോൾ ഒരു ലൈന് ഇത് സ്പ്ലിറ്റ് ആക്കിയിട്ട് നമ്മൾ
വരയ്ക്കാൻ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ലൈനായിട്ട് തന്നെ നമുക്ക് കിട്ടേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഈ ഒരു എക്സ്പ്ലോഡ് എന്ന് പറയുന്നത് പറഞ്ഞ കാര്യം മാറിപ്പോയതാണ്, എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പോളി ലൈനിനെ ഇതേ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ സെഗ്മെന്റ്സ് അല്ലേ. ഇൻഡിവിജ്വൽ സെഗ്മെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്സ്പ്ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് എന്താണെന്നുള്ളത്, എക്സ്പ്ലോഡ് എന്താണ്, എക്സ്റ്റെൻഡ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മാറിപ്പോയ കാര്യം എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എക്സ്പ്ലോഡ് ആണ് ആൻസർ വരുന്നത്. എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം അല്ലേ. 22 എന്താണ് വരുന്നത്? ഷോർട്ട് കീ യൂസ്ഡ് ടു ഡ്രോ എ സർക്കിൾ അല്ലേ. സർക്കിൾ വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ ഏതാണ് വരുന്നത് സർക്കിൾ വരയ്ക്കാൻ? ഓപ്ഷൻ എ ഡി, ഓപ്ഷൻ ബി സി, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി എൽ അല്ലേ. ഏതാണ് നമ്മൾ സർക്കിൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആൻസർ കിട്ടാൻ സിമ്പിൾ ആണ് അല്ലേ. സർക്കിൾ വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സി ആണ് അല്ലേ ആൻസർ വരുന്നത്. സർക്കിൾ വരയ്ക്കാൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്യാം? സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 22 ആൻസർ വരുന്നത് സി ആണെന്നുള്ളത് നോക്കി വെക്കുക. എൽ എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെതാണ് അല്ലേ. നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ വരയ്ക്കാനാണ് നമ്മൾ ലൈൻ യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മൾ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു കാര്യം കൺട്രോൾ പോയിന്റ്സ് അല്ലേ. സർക്കിൾ വരയ്ക്കാൻ നമ്മൾ എത്ര കൺട്രോൾ പോയിന്റ്സ് ആണ് യൂസ് ചെയ്യുക? സർക്കിൾ വരുന്ന സമയത്ത് 5 കൺട്രോൾ പോയിന്റ്സ് ആണ് അല്ലേ. സർക്കിൾ വരുന്ന സമയത്ത് കൺട്രോൾ പോയിന്റ്സ് വരുന്നത് 5 കൺട്രോൾ പോയിന്റ്സ് ആണ്, നോക്കി വെക്കുക. അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 23 വരുന്ന സമയത്ത് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് AutoCAD അല്ലെങ്കിൽ CAD അല്ലേ, വാട്ട് ഡസ് UCS മീൻസ്? UCS എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ യൂസർ കൺട്രോൾ സിസ്റ്റം, ഓപ്ഷൻ ബി യൂസർ കോർഡിനേറ്റ് സിസ്റ്റം, ഓപ്ഷൻ സി യൂസർ കണക്റ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ഡി യൂസർ കവർ സിസ്റ്റം അല്ലേ. അപ്പം ഏതാണ് UCS സ്റ്റാൻഡ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 23 ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 23 UCS അല്ലേ. UCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 രീതിയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. UCS എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നും അതുപോലെ തന്നെ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്നും പറഞ്ഞിട്ട് 2 ആയിട്ട് നമുക്ക് UCSനെ പറയാൻ പറ്റും അല്ലേ. അപ്പം ഇവിടെ ഏതാണ് വരുന്നത്? ഇവിടെ നമുക്ക് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ എങ്ങനെയായിട്ട് പറയാം? യൂണിവേഴ്സൽ കോഓർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും അല്ലേ. യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും. 2 നോക്കി വെക്കുക. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 23 അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കാം. 24 എന്താണ് വരുന്നത്? എ ഡാഷ് ഈസ് എ ഡ്രോയിങ് ഫയൽ വിത്ത് പ്രീ കോൺഫിഗേർഡ് യൂസ്ഡ് സെറ്റിംഗ് അല്ലേ. ഡാഷ് ഈസ് എ ഡ്രോയിങ് ഫയൽ അല്ലേ. ഡ്രോയിങ് ഫയൽ വിത്ത് പ്രീ കോൺഫിഗേർഡ് യൂസർ സെറ്റിംഗ് അല്ലേ. പ്രീ കോൺഫിഗേർഡ് ആയിട്ടുള്ള ആ ഒരു യൂസർ സെറ്റിംഗ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫയലിന് നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ എ ബിഗിൻ, ഓപ്ഷൻ ബി ന്യൂ കമാൻഡ്, ഓപ്ഷൻ സി ടെംപ്ലേറ്റ്, ഓപ്ഷൻ ഡി സേവ് കമാൻഡ് അല്ലേ. ഇതിൽ ഡൗട്ടൊന്നും അടിക്കാനില്ല, നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും അല്ലേ. ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 24 സി ആണ് കേട്ടോ. ടെംപ്ലേറ്റ് ആണ് പറയുന്നത്. ഇങ്ങനെ പ്രീ കോൺഫിഗേർഡ് ആയിട്ടുള്ള ആ ഒരു ഫയലിന് നമ്മൾ പറയുന്നത് എന്താണ്? ടെംപ്ലേറ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25 എന്താണ് വരുന്നത്? ദ ആക്സിസ് യൂസ്ഡ് ടു ഷോ ഡെപ്ത് ഇൻ AutoCAD അല്ലേ. ഡെപ്ത്, AutoCADലെ ഡെപ്ത് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ആക്സിസ് ആണ്? ഓപ്ഷൻ എ വൈ ആക്സിസ്, ഓപ്ഷൻ ബി എക്സ് ആക്സിസ്, ഓപ്ഷൻ സി വൈ ആക്സിസ്, ഓപ്ഷൻ ഡി സെഡ് ആക്സിസ് അല്ലേ. നമ്മൾ AutoCADൽ ഡെപ്ത് കാണിക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ആക്സിസ് ആണ് വരിക? സെഡ് ആക്സിസ് ആണ് അല്ലേ. എക്സും അല്ല വൈയും അല്ല, സെഡ് ആക്സിസ് ആണ് നമ്മൾ ഡെപ്ത് കാണിക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 25 ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 25 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സെഡ് ആക്സിസ് ആണ്
എക്സ് വൈ സെഡ് ആക്സിസിലാണ് നമ്മൾ ഈ ഒരു ഡെപ്ത് കാണിക്കേണ്ടിയിട്ട് ഓട്ടോക്യാഡിൽ യൂസ് ചെയ്യുന്നത്. നോക്കി വെക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. വാട്ട് ഈസ് ദ മിനിമം അലൗവബിൾ നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ ഓട്ടോക്യാഡ് ഡ്രോയിങ് അല്ലേ? അപ്പം ഓട്ടോക്യാഡ് ഡ്രോയിങ്ങിൽ ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇത് തന്നെ നമ്മൾ പറഞ്ഞതൊക്കെ ഓൾമോസ്റ്റ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഇവിടെ നമുക്ക് മിനിമം അലൗവബിൾ നമ്പർ ഓഫ് ലെയേഴ്സ് ആണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഡ്രോയിങ്ങിൽ മിനിമം നമ്പർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 2 അല്ലേ? എത്രയാണ് നമ്മൾ ഓട്ടോക്യാഡിലെ മിനിമം ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യേണ്ടത് 1 നമ്പർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പം മിനിമം അലൗവബിൾ നമ്പർ ഓഫ് ലെയേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 നമ്പർ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളിത് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല തോന്നുന്നു. ഒന്ന് ജസ്റ്റ് ആ നോട്ടിലേക്കും കൂടെ നിങ്ങൾ മാറ്റി എഴുതി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ് അല്ലേ? 27 എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഓട്ടോക്യാഡ് ടൂൾ ഡ്രോയിങ് മോഡൽസ് അല്ലേ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണല്ലേ നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് F7 അല്ലേ? F7 എന്ന് പറഞ്ഞാൽ ടൂൾ ഗ്രിഡ് മോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ F8 ടൂൾ പോളാർ മോഡാണ്. തേർഡ് ഓപ്ഷൻ F9 ടൂൾ സ്നാപ്പ് മോഡ് അല്ലേ? അപ്പം ഏതാണ് നമുക്കിവിടെ ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്? ഓൺലി 1 and 2 1 and 1 അല്ലേ? ഓക്കെ, അത് മാറിപ്പോയതായിരിക്കും. 1 and 2 എങ്ങനെ ആയിരിക്കും? അപ്പം 1 and 2 നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ 1 and 2 കറക്റ്റ്. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓൺലി 1 and 1 എന്ന് പറഞ്ഞെങ്കിൽ ഓൺലി 1 കറക്റ്റ് എന്നുള്ളതായിട്ട് കൺസിഡർ ചെയ്യാം. ഓൺലി 2 and 2 എന്ന് പറഞ്ഞാൽ 2 മാത്രം കറക്റ്റ് എന്നുള്ള രീതിയിൽ അല്ലേ? പിന്നെ ഓപ്ഷൻ സി വരുന്നത് ഓൾ ഓഫ് ദീസ് കറക്റ്റ് അല്ലേ? 1, 2, 3 ആയിരിക്കും. ഇത് 1, 2, 3 ആയിരിക്കും. അപ്പോൾ 1, 2, 3 ഓൾ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഓപ്ഷൻ ഡി ആണെങ്കിൽ 1 and 2 കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ഒന്നുകൂടെ നമ്മളെ പോയിന്റ്സ് ഒന്നുകൂടെ വായിക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ്? F7 അല്ലേ? F7 ടൂൾ ഗ്രിഡ് മോഡ് എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം F7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ ഗ്രിഡ് മോഡ് തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്കിത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പം F7 ടൂൾ ഗ്രിഡ് മോഡ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് നമുക്ക് ഏതായിരുന്നു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്? F8 അല്ലേ? F8 ടൂൾ പോളാർ മോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല അല്ലേ? F8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? F8 എന്ന് പറഞ്ഞാൽ ഓർത്തോ ആണ് വരുന്നത്. അപ്പം F8 റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ F9 ആണെങ്കിലോ F9 ടൂൾ സ്നാപ്പ് മോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. F9 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓക്കെ, നമുക്കിവിടെ ഓപ്ഷനിൽ 1 and ഇതിപ്പോൾ നമുക്ക് 1 and 3 കാണിക്കാം. 1 and 3 കറക്റ്റ് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പം ഇതിപ്പോൾ നമ്മൾ എടുത്ത സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ഓൺലി 1 കറക്റ്റ്, ഓപ്ഷൻ ബി ഓൺലി 2 കറക്റ്റ്, ഓപ്ഷൻ സി ഓൾ ഓഫ് ദീസ് കറക്റ്റ് എന്നുള്ളതും, ഓപ്ഷൻ ഡി ഓൺലി 1 and 3 കറക്റ്റ് എന്നുള്ളതും ആണ് തന്നിട്ടുള്ളതെങ്കിൽ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 27ന്റെ ആൻസർ കിട്ടുക ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ? അപ്പം അങ്ങനെ നോക്കിയിട്ട് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കിയാലോ? വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു കോപ്പി ദ പ്രോപ്പർട്ടീസ് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു 1 or more ഒബ്ജക്റ്റ് അല്ലേ? അങ്ങനെ നമ്മൾ കോപ്പി ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ മാച്ച് പ്രോപ്പർട്ടീസ്, ഓപ്ഷൻ സി പ്രോപ്പർട്ടി പാലറ്റി, ഓപ്ഷൻ ബി കോപ്പി, ഓപ്ഷൻ സി പ്രോപ്പർട്ടി പാലറ്റി, ഓപ്ഷൻ ഡി ഗ്രിഡ് അല്ലേ? നമുക്ക് കോപ്പി ദ പ്രോപ്പർട്ടീസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ടു 1 or more ഒബ്ജക്റ്റ് അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കമാൻഡാണുള്ളത് ഇവിടെ തന്നിട്ടുള്ളത്? ആൻസർ നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് നോക്കാം. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അത് നോക്കി വെക്കുക. മാച്ച് പ്രോപ്പർട്ടീസ് അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ്. 29 ഏതാണ്? വാട്ട് ഈസ് ദ കീ സ്ട്രോക്ക് ഫോർ ബ്രേക്ക് കമാൻഡ് അല്ലേ? ബ്രേക്ക് കമാൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ബി, ഓപ്ഷൻ ബി BR, ഓപ്ഷൻ സി BS, ഓപ്ഷൻ ഡി EX അല്ലേ? നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് ബ്രേക്കിന്റെ കമാൻഡ് ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഒന്നുകൂടെ നോക്കുക നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോന്ന്. ഏതാണ് ബ്രേക്കിന്റെ ആ ഒരു ഷോർട്ട് കീ വരുന്നത്? ബ്രേക്ക് അല്ലേ? ബ്രേക്കിൻ്റെ ഏതാണ് ഷോർട്ട് കീ വരുന്നത്? ഓപ്ഷൻ
ബി ആണ് അല്ലേ, ഓപ്ഷൻ ബി BR ആണ് ബ്രേക്കിന്റെ ഷോർട്ട് കീ വരിക, നോക്കി വെക്കുക. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. EX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇവിടെ നമ്മൾ EX എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. EX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്, EX എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ആണ് അല്ലേ. EX എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡിന്റെ ഷോർട്ട് കീ ആണ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓരോന്നിന്റെ ഷോർട്ട് കീയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 30 എന്താണ് വരുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ വാലിഡ് ഓപ്ഷൻ ഫോർ ഡ്രോയിങ് എ സർക്കിൾ അല്ലേ. സർക്കിൾ വരയ്ക്കേണ്ടിയിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ വാലിഡ് ഓപ്ഷൻ അല്ലാത്തത് അല്ലേ. അപ്പം നമ്മൾ കുറച്ചെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സർക്കിൾ വരയ്ക്കേണ്ടിയിട്ട് 6 മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ ഏതാണ് വരുന്നത്, ഓപ്ഷൻ എ 3 പോയിന്റ്, ഓപ്ഷൻ ബി tan സെന്റർ, ഓപ്ഷൻ സി tan റേഡിയസ്, ഓപ്ഷൻ ഡി tan അല്ലേ. അപ്പം ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്, ആൻസർ പറയുന്നതിന്റെ മുന്നേ ആ ഒരു 6 മെത്തേഡ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കി. ഏതൊക്കെയാണ് ആ ഒരു 6 മെത്തേഡ് വരുന്നത്, നമ്മൾ 6 മെത്തേഡാണ് ഈ ഒരു സർക്കിൾ വരയ്ക്കാൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെന്റർ റേഡിയസ് മെത്തേഡ് അല്ലേ, സെന്റർ റേഡിയസ് മെത്തേഡ് ഉണ്ട്. പിന്നെ ഒരു സെക്കൻഡ് മെത്തേഡാണ് സെന്റർ ഡയാ മെത്തേഡ് അല്ലേ. പിന്നെ ഒരു തേർഡ് മെത്തേഡ് ഏതാണ്, 3 പോയിന്റ് മെത്തേഡ്. പിന്നെ അതുപോലെ തന്നെ ഫോർത്ത് 2 പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ഫിഫ്ത്ത് ഏതാണ് വരുന്നത്, tan റേഡിയസ് അല്ലേ, tan റേഡിയസ് വരുന്നുണ്ട്. പിന്നെ ഒന്നും കൂടെ ഉണ്ട് അല്ലേ, tan അല്ലേ. അപ്പം നമുക്കിവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 3 പോയിന്റ് ഓൾറെഡി ഒരു സർക്കിൾ വരയ്ക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ tan റേഡിയസ് ഉണ്ട്, tan ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, tan സെൻറ്റർ ആണ്. അപ്പം അങ്ങനെ നോക്കി വെക്കുക. ഇതൊരു മെത്തേഡ് അല്ല അല്ലേ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നതിൻ്റെ. 30 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 31 അല്ലേ. 31 എന്താണ്, AutoCAD കമാൻഡ്സ് ക്യാൻ ബി ആക്സസ്ഡ് അല്ലേ. AutoCAD കമാൻഡ് ആക്സസ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇത് ABCD എന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ കാണിച്ചിട്ടില്ല. ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്, സെക്കൻഡ് ഓപ്ഷൻ ബി, തേർഡ് ഓപ്ഷൻ സി, ഫോർത്ത് ഓപ്ഷൻ ഡി എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഏതാണ് ആൻസർ വരിക, ഓപ്ഷൻ എ ഡ്രോയിങ് ഏരിയ, ഓപ്ഷൻ ബി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ സി ടൂൾ ബാർ, ഓപ്ഷൻ ഡി കമാൻഡ് വിൻഡോ അല്ലേ. AutoCAD കമാൻഡ് ക്യാൻ ബി ആക്സസ്ഡ് ഇൻ ഏതാണ്, കമാൻഡ് വിൻഡോ ആണ് അല്ലേ വരിക. നമ്മൾ AutoCAD കമാൻഡ് ആക്സസ് ചെയ്യുന്നത് കമാൻഡ് വിൻഡോ എന്നാണ് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ, കമാൻഡ് വിൻഡോ ആണ് ആൻസർ വരിക. നോക്കി വെക്കുക. 30 ഫസ്റ്റിലെ 31 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 32 ആണ്. 32 എന്താണ് വരുന്നത്, ദ ഫയൽ എക്സ്റ്റൻഷൻസ് ദാറ്റ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ AutoCAD അല്ലേ. AutoCADൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഫയൽ എക്സ്റ്റൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യനെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ABCD എന്നുള്ള രീതിയിലൊന്നും ജസ്റ്റ് അത് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എ DWG, ഓപ്ഷൻ ബി DXF, ഓപ്ഷൻ സി DOC, ഓപ്ഷൻ ഡി DWS അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്, നമ്മളിപ്പോൾ ഫയൽ എക്സ്റ്റൻഷൻസ് ദാറ്റ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ AutoCAD ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ, ഇവിടെ ഓരോ ഓപ്ഷൻ നോക്കിയാൽ DWG അല്ലേ, അതൊരു നമ്മൾ ഫയൽ എക്സ്റ്റൻഷൻ ആണ് AutoCADൻ്റെ. പിന്നെ DXF ആണ്, അതുപോലെ തന്നെ DWS ആണ്. അപ്പോൾ ഇവിടെ ഫയൽ എക്സ്റ്റൻഷൻ അല്ലാതെ വരുന്നത് DOC ആണ് അല്ലേ. അതെന്താണ്, നമ്മളെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു ഫയൽ ഫോർമാറ്റ് ആണല്ലേ DOC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി DOC ആണല്ലേ വരുന്നത്. നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 32 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതുപോലെ ഇവിടെ തന്നിട്ടുള്ളതിൽ DWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, DWG എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഇൻ ഫയൽ ആണ് അല്ലേ. DWG എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഫയലാണ്. പിന്നെ അതുപോലെ തന്നെ DXF അല്ലേ, DXF എന്താണ്, ഇന്റർചേഞ്ച് ഫയലാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ DWS അല്ലേ, DWS എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് സ്റ്റാൻഡേർഡ് ഫയലാണ്. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 33 ആണ്. 33 എന്താണ്, ദ നമ്പർ ഓഫ് വേസ് എ സർക്കിൾ ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ AutoCAD അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ ABCD എന്നുള്ളതായിട്ട് കൺസിഡർ ചെയ്യുക. ഓപ്ഷൻ A 4, ഓപ്ഷൻ B 5, ഓപ്ഷൻ C 6, ഓപ്ഷൻ D 8 അല്ലേ.
എത്രയാണ് നമ്മൾ സർക്കിൾ വരയ്ക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് വരുന്നത്? നമ്പർ ഓഫ് വേസ് അല്ലേ? എത്ര വേസ് ആണ് വരുന്നത്? ഓൾറെഡി പറഞ്ഞു അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണല്ലേ. 6 മെത്തേഡ്സ് ആണ് നമ്മൾ സർക്കിൾ വരയ്ക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 33 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 34 വരുന്നത് ദ എക്സ്റ്റൻഷൻ ഫോർ ഓട്ടോകാഡ് ഡ്രോയിങ് ഫയൽ ഈസ് അല്ലേ. ഓട്ടോകാഡ് ഡ്രോയിങ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഏതാണ്? ഓപ്ഷൻ എ DWG, ഓപ്ഷൻ ബി DWT, ഓപ്ഷൻ സി DWF, ഓപ്ഷൻ ഡി DXF അല്ലേ. ഏതാണ് വരുന്നത്? ഓട്ടോകാഡിൻ്റെ ഡ്രോയിങ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 34 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. DWG ആണ് വരുന്നത്. പിന്നെ DWT എന്ന് പറഞ്ഞാൽ എന്താണ്? DWT എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് ഫയലാണ് അല്ലേ. അതും ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ DWF അല്ലേ. DWF എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രോയിങ് വെബ് ഫയലാണ് അല്ലേ. ഡ്രോയിങ് വെബ് ഫയലിനാണ് നമ്മൾ ഈ ഒരു DWF എന്ന് പറയുന്നത്. DWT നമ്മൾ പറഞ്ഞു അല്ലേ, ടെംപ്ലേറ്റ് ആണ് അല്ലേ. DWT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ഫയലാണ്, നോക്കി വെക്കുക. പിന്നെ DXF നമ്മൾ കുറച്ച് തന്നെ പറഞ്ഞു അല്ലേ, ഇൻ്റർചേഞ്ച് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർചേഞ്ച് ഫയലാണ് വരിക. ഇങ്ങനെ എല്ലാത്തിൻ്റെതും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം എല്ലാം തന്നെ പഠിച്ചു വെക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റും ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ, അപ്പം അതും കൂടെ നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 35 അല്ലേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ 35 ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? വെൻ calling the extrude tool, the following abbreviations can be entered at the command line അല്ലേ. അപ്പോൾ നമ്മൾ എക്സ്ട്രൂഡ് ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് അബ്രിവിയേഷൻ ആണ് യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എക്സ്ട്രൂഡ് അല്ലേ, നമ്മൾ 3D പറഞ്ഞ സമയത്ത് പറയാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ ബാലൻസ് ഉണ്ടായിരുന്നു. അതാണല്ലേ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഓട്ടോകാഡ് ഓൾറെഡി ഡ്രോയിങ് നമ്മൾ അറിയാമല്ലേ, നമ്മൾ ലാബിലൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ആ ഒരു പേജിൽ എക്സ്ട്രാ പേജ് എടുത്തിട്ട് നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക അല്ലേ. അപ്പം എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പം സർഫസ് മോഡലിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മളിവിടെ പറയാത്തൊരു കാര്യമാണ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റീജിയൻ എന്താണ്? നമ്മൾ മെഷ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു മെഷിനൊരു സർഫസ് കൊടുക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീജിയൻ എന്ന് പറയുന്നത്. REG ആണ് അതിൻ്റെ ഷോർട്ട് കീ വരുന്നത്. എന്താണ് റീജിയൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ് സർഫസ് അല്ലേ. ഇറ്റ് ഗീവ് സർഫസ് ടു മെഷ് ആണെന്നുള്ളത് നോക്കി വെക്കുക. ഇനി നമ്മൾ സെക്കൻഡ് വൺ നോക്കാനുള്ളത് ഏതാണ്? എക്സ്ട്രൂഡ് അല്ലേ. എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ക്രിയേറ്റിംഗ് കമാൻഡ് ആണ് അല്ലേ. എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലേ, നമ്മളിപ്പം വീട് വരയ്ക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ജസ്റ്റ് ആ ഒരു നമ്മൾ പ്ലാനിൽ ഇതേ രീതിയിൽ വരയ്ക്കില്ലേ, നമ്മൾ വാൾ തിക്നെസ് ഒക്കെ കൊടുത്തിട്ട്. ഇപ്പോൾ ഒരു റൂം ആണെങ്കിൽ എന്നിട്ട് ആ ഒരു റൂമിന് നമ്മൾ ഇങ്ങനെ പൊക്കില്ലേ, അതിന് നമ്മളൊരു സോളിഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യൂല്ലേ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ പിക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പിക്ചർ ലാസ്റ്റ് ആഡ് ചെയ്തിട്ട് പറഞ്ഞു തരാം. എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ ചെയ്യുന്നതാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രോയിങ് വരയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ ആ ഒരു വാളിൻ്റെ തിക്നെസ് ഒക്കെ എക്സ്ട്രൂഡ് ചെയ്യുന്നതിലെ പൊക്കി വാളിൻ്റെ ആ ഒരു തിക്നെസ് കാണിക്കുന്നതിനല്ലേ, അതിനെയാണ് നമ്മൾ എക്സ്ട്രൂഡ് എന്ന് പറയുക. അപ്പം എന്താണ് എക്സ്ട്രൂഡ്? അല്ലെങ്കിൽ എക്സ്ട്രൂഡിൻ്റെ ആദ്യം നമുക്ക് ആ ഒരു ഷോർട്ട് കീ നോക്കാം അല്ലേ. EXT എൻ്റർ ആണ് വരുന്നത്. അപ്പം എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ക്രിയേറ്റിംഗ് കമാൻഡാണ് കേട്ടോ. സോളിഡ് ക്രിയേറ്റിംഗ് കമാൻഡാണ് ഈ ഒരു എക്സ്ട്രൂഡ് എന്ന് പറയുന്നത്, ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് വേറൊന്ന് നോക്കാനുള്ളതാണ് സ്വീപ്പ് അല്ലേ. സ്വീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡും കൂടെ നോക്കാനുണ്ട്. സ്വീപ്പ് കമാൻഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എക്സ്ട്രൂഡ് എ പ്രൊഫൈൽ ത്രൂ എ പാത്ത് അല്ലേ. ഒരു പാത്ത്, ഇപ്പം ഇതാണ് ഒരു പാത്തെങ്കിൽ ആ പാത്തിലൂടെ മാത്രം ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്വീപ്പ് കമാൻഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തല്ലേ, ഈ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പാത്തിനെ നമ്മൾ സോളിഡ് ആക്കി മാറ്റും അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ സ്വീപ്പ് കമാൻഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്വീപ്പ് കമാൻഡ് എന്ന് പറഞ്ഞാൽ? സ്വീപ്പ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രൂഡ് എ പ്രൊഫൈൽ ത്രൂ എ പാത്ത് അല്ലേ.
എ പാത്താണ്. അതിനെയാണ് നമ്മൾ ഈ ഒരു സ്വീപ്പ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ പിക്ചർ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സ്ക്രൂഡിൻ്റെത്. എക്സ്ക്രൂഡ് വരുന്നത് ഇവിടെയാണ്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സ്വീപ്പ് അല്ലേ, സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഇതിനെ നമ്മൾ അതിനൊരു തിക്നെസ് കൊടുക്കും അല്ലെങ്കിൽ അതിനെ എക്സ്ക്രൂഡ് ചെയ്യും അല്ലേ, അത് ഓർത്ത് വെക്കുക. അപ്പം എക്സ്ക്രൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്സ്ക്രൂഡിൻ്റെ ഷോർട്ട് നമ്മൾ ചോദിക്കുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വെൻ കോളിംഗ് ദ എക്സ്ക്രൂഡ് ടൂൾ ദ ഫോളോവിങ് അബ്രവിയേഷൻ ക്യാൻ ബി എൻറ്റേർഡ് അറ്റ് ദ കമാൻഡ് ലൈൻ അല്ലേ. എക്സ്ക്രൂഡ് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ EX, ഓപ്ഷൻ ബി EXTR, ഓപ്ഷൻ സി ദർ ഈസ് നോ അബ്രവിയേഷൻ ദ നെയിം എക്സ്ക്രൂഡ് മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ ഫുൾ അല്ലേ. അപ്പം അതാണോ എന്നാണ്. പിന്നെ ഓപ്ഷൻ ഡി EXT അല്ലേ. അപ്പം ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 35 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. എക്സ്ക്രൂഡിന് നമ്മൾ EXT ആണ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഓട്ടോകാഡിൽ ഡിസ്കസ് ചെയ്ത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ കണ്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവും അല്ലേ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഓട്ടോകാഡിൻ്റെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനിലോ ഗ്രേഡ് 1ൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലൂടെയൊക്കെ നമുക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഓട്ടോകാഡൊക്കെ കവർ ചെയ്ത് പോവാം. അല്ലാണ്ട് നമുക്ക് ഓട്ടോകാഡിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ RCCൻ്റെ ക്ലാസ് ആണല്ലേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഓരോ ഡേ ബൈ ഡേ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോവുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കവർ ചെയ്തിട്ട് മാനേജ് ചെയ്ത് തന്നെ പഠിക്കുക അല്ലേ. ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നവരാണല്ലേ. എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ എന്തെങ്കിലും വയ്യായ്മയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഡിലേ ആവുന്നതിലല്ല, നമ്മളത് ആ ഒരു ഡിലേ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് മേക്കപ്പ് ചെയ്ത് വരുന്നതിനാണ് അല്ലേ. അങ്ങനെ നിങ്ങൾ ക്ലിയർ ആക്കി തന്നെ എടുക്കുക. ആ ഒരു ടൈം ടേബിൾ എന്തെങ്കിലും 2 ദിവസം വിട്ടുപോയി എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ടൈം ടേബിളിൽ ചെറിയ അൾട്രേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾ തന്നെ നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.